ഹായ് നമസ്കാരം. ഐ മീ മൈ സെൽഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു. നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഈ ചാനൽ അധികം ആക്റ്റീവ് അല്ല. കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം ആക്റ്റീവ് അല്ലാതിരുന്നത്. രണ്ടാമതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും അതുപോലെ തന്നെ എനിക്കുണ്ടാവണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നമസ്കാരം. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ കുറച്ച് കുട്ടികളുമായിട്ട് ഇങ്ങനെ സംവദിക്കുകയായിരുന്നു. ഒരു സൈക്കോളജി ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് സ്വാമിജിയുടെ പ്രകാരം ചോദിച്ചു, അല്ലയോ സ്വാമിജി, മോഡേൺ സൈക്കോളജിയും അതുപോലെ തന്നെ ഭഗവത്ഗീതയും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഭഗവത്ഗീത ഏത് തരത്തിലാണ് മോഡേൺ സൈക്കോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് ആധുനിക മനഃശാസ്ത്രവും നമ്മുടെയൊക്കെ പൗരാണിക ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആ കുട്ടി സ്വാമിജിയോട് ചോദിച്ചത്. എന്നാൽ സ്വാമിജി വളരെ ലളിതമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. മറുപടി പ്രകാരമായിരുന്നു, എവിടെയാണോ മോഡേൺ സൈക്കോളജി ചെന്ന് അവസാനിക്കുന്നത് ആ പോയിന്റിൽ നിന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നതെന്ന്. നമ്മളെയൊക്കെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമുക്കൊക്കെ വളരെ ഊർജം തരുന്ന ഒരു മറുപടിയായിരുന്നു. അത്തരത്തില് ഭഗവത്ഗീതയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു ദേശത്തിനോ കാലത്തിനോ വ്യക്തികൾക്കൊക്കെ അതീതമായിട്ട് ഉള്ളതാണ്. ഒരിക്കലും ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമാക്കിയിട്ട് ചുരുക്കാൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. പല യൂണിവേഴ്സിറ്റികളുടെയും പാഠ്യവിഷയമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ആധുനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് കടക്കുവാൻ മനഃശാസ്ത്രത്തിന് കഴിയാതെ വരുമ്പോൾ പലരും പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ള ഉത്തരം നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് സഹായകമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷനായിട്ട് വരുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് വളരെയേറെ ഉപകാരപ്രദവും അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഒരു പുതിയൊരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ്, ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട്, 18 ചാപ്റ്ററുകളിലായിട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഭഗവത്ഗീത. കർമ്മം ചെയ്യാൻ വയ്യാതെ യുദ്ധഭൂമിയിൽ തോറ്റ് കരഞ്ഞ് വിഷാദനായി നിൽക്കുന്ന അർജുനനെ ഉപദേശിച്ച് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത് തൻ്റെ കർമ്മം ചെയ്യിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കർമ്മം ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പല പ്രതിസന്ധികളിലും പെട്ട് നമ്മളൊക്കെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് അടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ നമ്മളൊക്കെ ഡിപ്രഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് സഹായകരമായിട്ട് വരുന്നത് ഈ ഭഗവത്ഗീത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയ്ക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഭഗവത്ഗീത ഒരുപാട് പറയാനുണ്ടാവും നമുക്ക്. ഞാൻ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ വളരെ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഗീതയുടെ തന്നെ ഒരു ശ്ലോകം നമുക്കൊന്ന് വിവരണം ചെയ്തിട്ട് ഇത് നിർത്താം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. 700 ശ്ലോകങ്ങളുണ്ടെങ്കിലും അതിൽ ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് വരും. കാരണം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതായിട്ട് വരും. അത്തരത്തിൽ എന്നെ ആകർഷിച്ചൊരു ശ്ലോകമാണ് കർമ്മയോഗം. 3-ാമത്തെ അധ്യായമുണ്ട്. 3rd ചാപ്റ്ററിൽ കർമ്മയോഗത്തിൽ ഭഗവാൻ പറയുന്ന ഒരു ശ്ലോകം. അത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും ഒരു പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട്. ഞാനൊരു 5ാം ക്ലാസ് മുതൽക്ക് തന്നെ ഭഗവത്ഗീത പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയം തൊട്ട് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ശ്ലോകം കൂടിയാണത്. ഇത്തരത്തിലാണ്, യദ്യാതചരതി ശ്രേഷ്ഠ തത്തദേവതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്ത് അനുവർത്തതേ എന്ന്. യത് ആചരതി ശ്രേഷ്ഠ തത് ഏവ ഇതര ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. അത് പ്രമാണമായി കരുതിക്കൊണ്ട് ലോകം അനുവർത്തിക്കുന്നു. അതായത്
ശ്രേഷ്ഠന്മാർ എന്തൊക്കെ ആചരിക്കുന്നുവോ അതൊക്കെ വേറെ മറ്റുള്ള ജനങ്ങളും ആചരിക്കാൻ തുടങ്ങുന്നു. അതിനെ പ്രമാണമാക്കിക്കൊണ്ട്, ആധാരമാക്കിക്കൊണ്ട് ലോകം മുഴുവൻ അത് ആചരിക്കാൻ തുടങ്ങുന്നു. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അർജുനനോട് പറയാണ്, അർജുന, നീ യുദ്ധം ചെയ്യാതെ ഇരിക്കുന്നത് ഒരുപക്ഷെ നിന്റെ മാത്രം പ്രശ്നമല്ല, അത് നിന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അർജുന, നീ ശ്രേഷ്ഠനാണ്. നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നോക്കിക്കാണാൻ പുറകിൽ കുറെ ആളുകളുണ്ട്. നിന്നെ പിൻപറ്റാനോ നിന്നെ ഒരു മോഡലാക്കിയിട്ട് പിന്തുടരാനും ഒക്കെ ഉള്ള ആളുകളുണ്ട്. നീ അവർക്കൊക്കെ ഒരു ഗൈഡൻസ് ആണ്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നീ നിലകൊള്ളുന്നത്. അത്തരത്തിൽ നീ യുദ്ധം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ, നീ ഒരു ശ്രേഷ്ഠനാണ്, നീ യുദ്ധം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നിന്നെ പിൻപറ്റുന്ന അല്ലെങ്കിൽ നിന്നെ പിന്തുടരുന്ന ആളുകൾക്കും അതേ ഒരു വികാരം തന്നെ വന്നു പോകും. അത് വന്നുകൂടാ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം ഒരർത്ഥത്തിൽ നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരാണ്. കാരണം നമ്മളെയൊക്കെ പിന്തുടരാൻ ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെയൊന്നും പിന്തുടരാൻ ആരുമില്ല എന്നൊക്കെ വിചാരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരെയും പിന്തുടരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനെ പിന്തുടരാൻ മക്കളുണ്ടാവും, ഒരു ജ്യേഷ്ഠൻ അനിയൻ, ഏട്ടനെ പിന്തുടരാൻ ഒരു അനിയനുണ്ടാവും, ഒരു അധ്യാപകനെ പിന്തുടരാൻ കുറെ കുട്ടികളുണ്ടാവും, ഒരു സോഷ്യൽ ലീഡർ, അദ്ദേഹത്തെ പിന്തുടരാൻ അദ്ദേഹത്തിന് കുറച്ച് അനുയായികളുണ്ടാവും. ഏതെങ്കിലും ഒരാൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ തന്നെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മളിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും അത് ലോക നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പുറകിൽ വരുന്ന ആളുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ലോകത്തിന് മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായിട്ട് വരുമെന്നുള്ളതാണ് സത്യം. നമ്മളൊരാൾ എപ്പോഴും വിചാരിക്കും നമ്മൾ കാരണം ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷെ നമ്മൾ ഒരാൾ കാരണം ഏതെങ്കിലും ഒരാൾക്ക് ജീവിതമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. അത്തരത്തിൽ വിചാരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. കാരണം നമ്മളെ പിന്തുടരാൻ ഓരോ ആളുകളും ഉണ്ട്. ആ ആളുകൾക്ക് വേണ്ടി ഞാൻ നല്ല കർമ്മം ചെയ്യണം. ഞാനൊരു മോശം കർമ്മം ചെയ്താൽ പുറകിലുള്ള ആളുകൾ അത് പിന്തുടരും. അത് പിന്നീട് ഒരു വലിയൊരു വിപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ശ്രേഷ്ഠനായ ഞാൻ ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കർമ്മം ചെയ്യുകയില്ല. എന്നെ പിന്തുടരാനുള്ള ആളുകൾക്ക് വേണ്ടി ഒരു റോൾ മോഡലായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടെ നമ്മുടെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി തീരും ഈ ലോകം. ഭഗവത്ഗീതയിലെ കുറച്ച് ശ്ലോകങ്ങളുമായിട്ട് ഞാൻ പിന്നീട് വരാം. നന്ദി, നല്ല നമസ്കാരം.